1946 ഓഗസ്റ്റ് മാസത്തിലാണ് ബില്ലിൻ്റെ ജനനം. എന്നാൽ ആ കുഞ്ഞിന് അവൻ്റെ പിറവിക്ക് 3 മാസം മുൻപ് തന്നെ പിതാവ് വില്യം ജെഫേഴ്സൺ ബ്ലൈത്ത് ജൂനിയറിനെ ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ബില്ലിൻ്റെ മാതാവ് വിർജീനിയ ഡെൻകാസിഡി താമസിയാതെ പുനർവിവാഹിതയായി. എന്നാൽ വിർജീനിയയുടെ പുതിയ ഭർത്താവ് റോജർ ക്ലിൻ്റൺ ചൂതാട്ടക്കാരനും തികഞ്ഞ മദ്യപാനിയുമായിരുന്നത് ആ പുതിയ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. ബില്ലിൻ്റെ ബാല്യം പതിയെ അരക്ഷിതമായി. സത്യത്തിൽ അമ്മൂമ്മ വളർത്തിയ കുട്ടിയാണ് ബിൽ ക്ലിൻ്റൺ. സ്കൂൾ ദിനങ്ങളിൽ സജീവ രാഷ്ട്രീയ നേതാവും വായനക്കാരനും സംഗീതജ്ഞനുമായിരുന്നു ക്ലിൻ്റൺ. ഒപ്പം മികച്ച സാക്സോഫോൺ വാദകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു വേള സംഗീതത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ബിൽ ആലോചിച്ചു. ബിൽ ക്ലിൻ്റൺ തൻ്റെ ആത്മകഥയായ മൈ ലൈഫിൽ പറയുന്നുണ്ട്, എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഒരു ഉദ്യോഗസ്ഥനായി പൊതുജീവിതത്തിൽ തുടരാമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് സംഗീതം വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു നല്ല മനുഷ്യനാവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ജോൺ കോൾട്രോമോ സ്റ്റാൻ ഗെറ്റോസോയോ ആകില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വൈദ്യത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നു. ഞാൻ ഒരു ഡോക്ടറാകാമെന്ന് കരുതി. പക്ഷേ ഞാൻ ഒരിക്കലും മൈക്കിൾ ഡിബാക്കി ആയിരിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. പക്ഷേ പബ്ലിക് സർവീസിൽ മികച്ചവനാകാമെന്ന് എനിക്കറിയാമായിരുന്നു. 1963 2 സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണയിച്ചതെന്ന് ബിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ബോയ്സ് നാഷൻ സെനറ്ററായി വൈറ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ കണ്ടത്. മറ്റൊന്ന് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം TV-യിൽ കണ്ട് ഹൃദിസ്ഥമാക്കിയത്. യഥാർത്ഥത്തിൽ ഈ 2 സംഭവങ്ങളും ഭാവിയിലേക്കുള്ള കരുത്തനായ ഒരു ലോക നേതാവിനെ സൃഷ്ടിക്കുകയായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പിന്നീട് വലിയ വിവാദങ്ങളിൽ ആടിയുലഞ്ഞ ഒരു ദാമ്പത്യത്തിൻ്റെ തുടക്കം. 1971 മനോഹരമായ ഒരു വസന്തകാലമായിരുന്നു അത്. കോളേജിലെ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ് ക്ലാസ്സാണ് സ്ഥലം. ബിൽ തൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പാറിപ്പറക്കുന്ന തലമുടിയും വലിയ കണ്ണടയും ധരിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഒരു പെൺകുട്ടി കടന്നുവരുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഭാവി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഹൃദയം അവൾ കവർന്നു. പെൺകുട്ടിയും പേര് രജിസ്റ്റർ ചെയ്യാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ ക്ലിൻ്റൺ രജിസ്റ്റർ ചെയ്യാൻ വന്നവരുടെ നിരയിൽ വീണ്ടും സ്ഥാനം പിടിച്ചു. എന്നാൽ ഒരിക്കൽ പേര് രജിസ്റ്റർ ചെയ്തവൻ എന്തിനാണ് വീണ്ടും വന്നത് എന്ന രജിസ്ട്രാറുടെ ചോദ്യം ബില്ലിനെ എളിഭ്യനാക്കി. പക്ഷേ ആ ജാള്യതയുടെ ഇടയിലും ക്ലിൻ്റൺ ഹിലരിയുടെ വിഖ്യാതമായ ചിരി കണ്ട് സന്തോഷവാനായി. 1975 ഒക്ടോബർ 11 ബിൽ ഹിലരിയുമായുള്ള ബന്ധത്തിന് ഔപചാരികതയുടെ മുദ്ര ചാർത്തി. അവർക്ക് 1980 ഒരു പെൺകുഞ്ഞ് പിറന്നു. മാതൃകാപരമായിരുന്നു ബിൽ ഹിലരി ദാമ്പത്യം. പ്രഥമ വനിതയായും ഭരണരംഗങ്ങളിലും ബില്ലിന് കരുത്തായി ഹിലരി എന്നും ഒപ്പമുണ്ടായിരുന്നു. ക്ലിൻ്റൻ്റെ ജീവിതത്തിലെ കഠിനകാലത്തും അത് തുടർന്നു. ആയിരത്തി 1978 അമേരിക്കൻ സാസ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് ബിൽ ക്ലിൻ്റൺ എന്ന നേതാവ് ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയനാകുന്നത്. ആ തുടക്കം അമേരിക്കയുടെ പരമപഥത്തിലേക്കുള്ള യാത്രയാണെന്ന് അന്നുതന്നെ ചില വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പ്രവചനങ്ങൾ സത്യമായി. 1992 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി ബിൽ ക്ലിൻ്റൺ അവരോധിതനായി. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം വന്ന ലോകക്രമത്തിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ US എതിരില്ലാത്ത ശക്തിയാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്.
അതുകൊണ്ട് തന്നെ 1996 നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ലിൻ്റൺ തന്നെ രണ്ടാമതും അമേരിക്കയുടെ നേതാവായി. പ്രസിഡന്റായിരിക്കെ ക്ലിൻ്റൻ്റെ ഏറ്റവും വലിയ നേട്ടം രാജ്യത്തെ ശക്തമായ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് എത്തിച്ചു എന്നതാണ്. ബിൽ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യം പതിറ്റാണ്ടുകളിലെ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കിലെത്തി. ഒപ്പം ശരാശരി വരുമാനത്തിലും വലിയ വർധനവുണ്ടായി. ഇൻഷുറൻസ് മരുന്നുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ക്ലിൻ്റൻ്റെ ഭരണകാലത്തെ വീഴ്ചയായി വിമർശകർ വിലയിരുത്തുമ്പോഴും ബിൽ മികച്ച അമേരിക്കൻ പ്രസിഡന്റായി വിലയിരുത്തപ്പെടുന്നു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ശേഷം ആദ്യമായി 2 തവണ പ്രസിഡന്റ് പദവിയിലെത്തിയ ഡെമോക്രാറ്റ് പ്രസിഡന്റായിരുന്നു ക്ലിൻ്റൺ. 2001 പ്രസിഡന്റ് പദം ഒഴിഞ്ഞ അദ്ദേഹം ക്ലിൻ്റൺ ഫൗണ്ടേഷനുമായി ചേർന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. ഓഗസ്റ്റ് 17, 1998. അന്ന് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് തുടർച്ചയായി പറഞ്ഞുകൂട്ടിയ നിരവധി കള്ളങ്ങൾക്കൊടുവിൽ ഒരു സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ മോണിക്ക ലെവിൻസ്കിയുമായി ഉണ്ടായിരുന്ന തൻ്റെ രഹസ്യബന്ധം തുറന്നു സമ്മതിച്ചു. അതേപ്പറ്റിയുള്ള ആരോപണങ്ങൾ ടാബ്ലോയിഡുകളിൽ വന്നു തുടങ്ങിയ അന്ന് മുതൽക്കേ ക്ലിൻ്റൺ നിഷേധിച്ചുകൊണ്ടിരുന്ന ഒന്നായിരുന്നു. പത്നി ഹിലരി ക്ലിൻ്റൺ തൻ്റെ ഭർത്താവിനെ പിന്തുണച്ച് വിശ്വസിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ക്ലിൻ്റൻ്റെ ഈ സത്യപ്രഖ്യാപനം തനിക്കും ലെവിൻസ്കിക്കും ഇടയിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്ന തുറന്നു പറച്ചിൽ അന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതിശക്തമായ അലയടികളാണ് ഉണ്ടാക്കിയത്. അമേരിക്ക ഇന്നോളം കണ്ട ജനപ്രിയ പ്രസിഡന്റുമാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനമാണ് ബിൽ ക്ലിൻ്റന്. എന്നിട്ടും 1868 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസന് ശേഷം ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നു ബില്ലിന്. ആരോപണങ്ങളിലെ ലൈംഗിക സ്വഭാവം കൊണ്ട് ലോകമാധ്യമങ്ങൾ ഒന്നാകെ കൊണ്ടാടിയ ഒന്നായിരുന്നു 1998 ക്ലിൻ്റൺ നേരിട്ട ഇംപീച്ച്മെന്റ് നടപടി. 1990 US-നെ പിടിച്ചുലച്ച വൈറ്റ് വാട്ടർ വിവാദം അന്വേഷിക്കാൻ US നിയമമന്ത്രാലയം സ്വതന്ത്ര അഭിഭാഷകനായി നിയോഗിച്ചത് കെന്നത്ത് സ്റ്റാറിനെയായിരുന്നു. Today, we issue the final report of the Whitewater Committee. US-ലെ ആൽക്കൻസോയിൽ വൈറ്റ് നദീതീരത്ത് ക്ലിൻ്റനും ഭാര്യ ഹിലരി ക്ലിൻ്റനും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുണ്ടെന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വൈറ്റ് വാട്ടർ വിവാദം. ഇതിൻ്റെ അന്വേഷണമാണ് പിന്നീട് ലോകത്തിലെ കരുത്തനായ നേതാവും വൈറ്റ് ഹൗസ് ഇന്റേണായ മോണിക്ക ലെവിൻസ്കിയുമായുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകളിലേക്ക് എത്തിച്ചത്. 1997 പെൻറ്റഗൺ ജീവനക്കാരിയായിരുന്ന ലിൻഡ ട്രിപ്പിനോട് സുഹൃത്തും വൈറ്റ് ഹൗസ് ഇന്റേണുമായിരുന്ന മോണിക്ക ലെവിൻസ്കി ഫോൺ സംഭാഷണത്തിനിടെ പ്രസിഡന്റ് ക്ലിൻ്റനുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്നാൽ വലിയ വിവാദത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ ട്രിപ്പ് ഇത് രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടം മുതലാണ് ക്ലിൻ്റൺ എന്ന ലോക നേതാവിൻ്റെ പ്രതിച്ഛായ മങ്ങിത്തുടങ്ങുന്നത്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ക്ലിൻ്റൺ മോണിക്ക ടെലിഫോൺ സംഭാഷണങ്ങൾ ലിൻഡ ട്രിപ്പ് അഭിഭാഷകനായ കെന്നത്തിനെ ഏൽപ്പിക്കുന്നതോടെ അമേരിക്കയുടെ 42ാമത് പ്രസിഡന്റിൻ്റെ പതനം ഒരർത്ഥത്തിൽ പൂർണ്ണമാകുന്നു. എന്നാൽ ആരോപണങ്ങളുടെ ആദ്യഘട്ടത്തിലെല്ലാം ബിൽ തനിക്കെതിരെ നീണ്ട ചോദ്യങ്ങളെ ശക്തിയായി നേരിട്ടു. മോണിക്ക എന്ന സ്ത്രീയുമായി ഒരു ബന്ധവുമില്ലെന്ന് ആണയിട്ടു. That is not true. That is not true. I did not ask anyone to tell anything other than the truth. There is no improper relationship, and I intend to cooperate with this inquiry. But that is not true. തൻ്റെ ഭർത്താവിനെ ഹിലരിയും പിതാവിനെ ചെൽസി ക്ലിൻ്റനും എന്തിനെ അമേരിക്കയും വിശ്വസിക്കുമായിരുന്നു. പക്ഷേ തെളിവുകൾ നിഷേധിക്കാനാകാത്ത വിധം ശക്തമായിരുന്നു. മോണിക്ക അമേരിക്കൻ കോൺഗ്രസിൻ്റെ പ്രത്യേക സമിതിക്ക് മുന്നിൽ സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്തു.
രാജ്യത്തിൻ്റെ പ്രഥമ പൗരനുമായി ഉണ്ടായിരുന്ന വഴിവിട്ട ബന്ധത്തിൻ്റെ സാക്ഷ്യമായിരുന്നു അത്. ബില്ലിന് പിന്നെ മറുപടികളില്ലായിരുന്നു. അമേരിക്കൻ ജനതയ്ക്കും സ്വന്തം കുടുംബത്തിനു മുൻപിലും അയാൾ നിരായുധനായി. 1998 ഓഗസ്റ്റ് 17 വൈറ്റ് ഹൗസിൽ വെച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് ക്ലിൻ്റൺ ഇങ്ങനെ പറഞ്ഞു: ഞാനും മിസ് ലെവിൻസ്കിയും തമ്മിൽ ശരിയല്ലാത്ത ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ തെറ്റ് എന്നു തന്നെ പറയേണ്ടി വരുന്ന ഒരു ബന്ധം. അത് എൻ്റെ വിവേചന ബുദ്ധിയിൽ ഉണ്ടായ പരാജയവും എൻ്റെ വ്യക്തിപരമായ ചില ദുർബലതകളും കാരണമാണ് ഉണ്ടായത്. അതിനുത്തരവാദി പൂർണ്ണമായും ഈ ഞാൻ മാത്രമാണ്. എന്നാൽ ഒരു ഘട്ടത്തിലും ആരോടും നുണ പറയാനോ വ്യാജമായ തെളിവുകൾ നിർമ്മിക്കാനോ പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ചില പ്രസ്താവനകളും ചില സമയത്തെ മൗനങ്ങളും എൻ്റെ പത്നിയടക്കം പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. ഇന്ന് ഞാൻ അതേപ്പറ്റി ഓർത്ത് വല്ലാതെ പശ്ചാത്തപിക്കുന്നു. ഒടുവിൽ തെറ്റ് സമ്മതിച്ച ക്ലിൻ്റനെതിരെ ഇംപീച്ച്മെൻ്റ് കുറ്റങ്ങൾ ചുമത്തപ്പെട്ടെങ്കിലും 21 ദിവസത്തെ വിചാരണയ്ക്കൊടുവിൽ 2/3 ഭൂരിപക്ഷം കിട്ടാതെ വന്നതിനാൽ പ്രസിഡന്റ് കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കാനോ പദവിയിൽ നിന്ന് നീക്കാനോ കഴിഞ്ഞില്ല. റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധി സഭ ആയിരുന്നിട്ട് പോലും ഡെമോക്രാറ്റായ ബിൽ ക്ലിൻ്റൺ സ്ഥാനഭ്രഷ്ടനാകാതെ രക്ഷപ്പെട്ടു. ബിൽ അമേരിക്കൻ പ്രസിഡന്റായി 2001 വരെ തുടർന്നു. പക്ഷേ ഇന്നും ക്ലിൻ്റൻ്റെ ജീവിതത്തിലെ കറുത്ത പാടായി ലെവിൻസ്കി അധ്യായം തുടരുന്നു. അധികാരത്തിൻ്റെ സംരക്ഷണം എന്നും ക്ലിൻ്റന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരുക്കില്ലാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാനും കഴിഞ്ഞു. പക്ഷേ മോണിക്ക അതിക്രൂരമായ മാധ്യമവേട്ടയെ തുടർന്ന് ലണ്ടനിലേക്ക് ജീവിതം പറിച്ചു നട്ടു. വിവാദങ്ങൾക്ക് ശേഷവും അഭിമുഖങ്ങളിൽ അസുഖകരമായ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പിൽ ക്ലിൻ്റൺ തൻ്റെ പൊതുജീവിതം ഇന്നും തുടരുന്നു. ആയിരത്തി 1995 1997 ഇടയിലാണ് ക്ലിൻ്റനും മോണിക്കയും രഹസ്യബന്ധം പുലർത്തിയിരുന്നത്. എല്ലാം പുറത്താകുന്നതാകട്ടെ 1998. അതുവരെ ക്ലിൻ്റൻ്റെ കാര്യങ്ങളെല്ലാം ഭദ്രമായിരുന്നു. അദ്ദേഹം ജനപ്രിയനായ പ്രസിഡന്റായിരുന്നു. തൻ്റെ ജോലികൾ കൃത്യമായി നിറവേറ്റിയിരുന്ന രാഷ്ട്രത്തലവനായിരുന്നു. സർവോപരി രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിരുന്ന കുടുംബജീവിതത്തിനും ഉടമയായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ വീഴ്ചയുടെ ആഴമറിയാവുന്ന ബിൽ ആരോപണങ്ങളെ കള്ളങ്ങൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത്. രാജ്യത്തിൻ്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് പ്രതിക്കൂട്ടിലിരുന്ന ക്ലിൻ്റൺ രാജ്യത്തോട് ആവർത്തിച്ചു പറഞ്ഞതെല്ലാം നുണകളായിരുന്നു. ഒടുവിൽ സത്യം നേർക്കുനേരെ നിന്ന നിമിഷത്തിൽ മാത്രമാണ് അയാൾ തെറ്റ് ഏറ്റുപറഞ്ഞത്. എന്നാൽ രാജ്യത്തിൻ്റെ പ്രഥമ വനിതയായ ഹിലരിയെ അത് ബാധിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. ആ കറുത്ത ദിനങ്ങളെക്കുറിച്ച് ഹിലരി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആകെ തകർന്നുപോയി. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വ്യക്തിപരമായി മുറിവേറ്റതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് അദ്ദേഹം കള്ളം പറഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ പാടെ തകർന്നുപോയി, ഹിലരി പറയുന്നു. പ്രസിഡന്റ് പദവിയിലിരുന്ന കാലത്തെ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മോണിക്കയുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് ബിൽ ക്ലിൻ്റൺ പറയുമ്പോൾ അത് നമുക്ക് മുഖവിലക്കെടുക്കാനാകില്ല. കാരണം അസുഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപതിക്കപ്പുറം മറ്റു പലതുമായിരുന്നു. ഹിലരിയുടെ സ്നേഹനിധിയായ ഭർത്താവായിരുന്നു. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവായിരുന്നു. എന്നിട്ടും ലോകത്തെ തന്നെ കരുത്തുറ്റ രാജ്യത്തിൻ്റെ ഭരണാധികാരി മാംസദാഹത്തിൽ അഭിരമിച്ചു. ജീവിത മൂല്യങ്ങൾ മറന്ന് മുട്ടിലിഴഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ക്ലിൻ്റനെ എല്ലാ കാലവും വേട്ടയാടുന്ന കുറ്റമായി അത് മാറുന്നത്. ഉയരങ്ങളുടെ ചവിട്ടുപടികളേറുമ്പോഴും
വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പുലർത്തേണ്ട മൂല്യങ്ങൾ മറന്നാൽ ഓരോ മനുഷ്യനും എത്രത്തോളം അധപതിക്കും എന്നതിൻ്റെ ജീവിത പാഠമാണ് ഈ മുൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ജീവിത ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഉണ്ടായിട്ടും US-ൻ്റെ ഏറ്റവും ജനപ്രിയരായ പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോഴും ബിൽ ക്ലിൻ്റൺ എന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ നിങ്ങൾ ചെന്നെത്തുക ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ നാൾവഴികളിലേക്കാണെങ്കിൽ അതുതന്നെയാണ് ബിൽ ക്ലിൻ്റൺ നിങ്ങളെ പ്രതിനായകനാക്കുന്നത്.